ഹലോ ഗായ്സ്, ഇതെന്താ ഇങ്ങനെ വെട്ടത്തിളങ്ങനെ? എന്താ പറ്റിയേ? ഓക്കെ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് സൺലൈറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജനലിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലണം. പക്ഷെ ജനലിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഫോൺ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ബ്ലിങ്ക് ആവാണ്. എന്താണെന്നറിയില്ല. അപ്പം ഞാൻ കുറേ നാളായി ഒരു ലോങ് വ്ലോഗ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു ലോങ് വ്ലോഗ് എടുത്തിട്ട് കുറച്ചധികം നാളുകളായി. അപ്പം ഇന്ന് എനിക്കത് എടുക്കാനായിട്ടുള്ള ഒരു ഉന്മേഷം പെട്ടെന്ന് വന്നു. പിന്നെ ഒരു ശനിയാഴ്ചയാണ്, ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഓഫീസിൽ പോകണ്ട. അപ്പം എനിക്ക് അധികം വർക്കൊന്നുമില്ല, കുറച്ച് വർക്കേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ചെയ്തു, രണ്ടെണ്ണം ഞാൻ ചെയ്തു. ഇനി എനിക്ക് ബാക്കിയുള്ളത് ചെയ്യണം. അതിനിടയിൽ നമുക്ക് ഫുഡ് കഴിക്കണം, അലക്കണം. പിന്നെ 3:45 എന്തോ ഒരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഷോ എന്ന് പറഞ്ഞ ഒരു മൂവി കേട്ടോ, നമ്മളുടെ മോളിവുഡ് ടൈംസ്, ആ ഒരു മൂവി കാണാനായിട്ട് പോകണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പരിപാടികൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊക്കെ ഇതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഒരു വലിയ വ്ളോഗായിട്ട്, അതായത് മെയിൻ വ്ളോഗായിട്ട് ഇടാമെന്ന് വെച്ചു. ഞാനിപ്പോൾ കൂടുതലായിട്ടും ഷോർട്സിലാണ് ഫോക്കസ് ചെയ്യണമല്ലോ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് തോന്നും ഷോർട്സ് അല്ലാണ്ട് ഇങ്ങനെ വലിയ വ്ളോഗ്, അതായത് മെയിൻ വീഡിയോസ് ഇടുന്നുള്ളത് തോന്നും. പക്ഷേ അത് ഇടാനായിട്ടും അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടാത്തത് കൊണ്ട് അതിങ്ങനെ വിട്ട് വിട്ട് പോവും. എന്താ ഇതിങ്ങനെ വരണേ? ഞാൻ എവിടെ കണ്ടോ, ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി നല്ല ലൈറ്റ് വരുന്നത്. ഇത് ഒന്നാമത് ഇവിടെ വെട്ടം വെളിച്ചമില്ലാത്ത ഒരു ഹോസ്റ്റലാണിത്. അതായത് വെട്ടം സൺലൈറ്റ് കിട്ടാനായിട്ട് നല്ല പണിയാണ്. അപ്പം ഏത് ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിലാണ് സൺലൈറ്റ് കിട്ടുകയെന്ന് നോക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. എൻ്റെ ട്രൈപോഡ് പോയി, അതാണെങ്കിൽ വലിയ വള്ളിയായി. അതല്ലെങ്കിൽ എനിക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ മതിയാകും, ഇങ്ങനെ കയ്യിൽ പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. എങ്ങനെ ഒടിഞ്ഞു എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ വർക്കല ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ. വർക്കല ട്രിപ്പ് പോയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ട്രൈപോഡ് ആരും ഒരു ശല്യവും ചെയ്യേണ്ട, ആ ട്രൈപോഡ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പോണ സമയത്ത് അത് പാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് അത് ഇതേ ഇങ്ങനെ ഒടിഞ്ഞു വരണം ഓരോ പാർട്ടായിട്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. എനിവേ നമുക്കത് ഒരെണ്ണം പുതിയത് വാങ്ങിക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഇൻട്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ ഇൻട്രോ പറയണതെന്ന് അറിയില്ല. എനിവേ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. ഈ മുകളിൽ വൃത്തിയായിട്ട് ഇരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ? ഇത് അഞ്ജിതേൻ്റെ സ്ഥലമാണ് കേട്ടോ, ഡ്രസ്സൊക്കെ വെക്കുന്ന. ഇതാണ് എൻ്റെ സ്ഥലം. ഓ മൈ ഗോഡ്. ഇതാണ് നമ്മളുടെ കുഞ്ഞി മിറർ കണ്ടോ. ഈ മിററിലാണ് നമ്മൾ ഒരുങ്ങാറുള്ളത്. ഇതൊക്കെ എൻ്റെ കലാവിരുദ്ധകളല്ല, ഇതൊക്കെ ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരുടെ കലാവിരുദ്ധകളാണ്. ഇതാണ് നമ്മളുടെ ഹോസ്റ്റല്. ആക്ച്വലി ഇവിടെ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് കിടക്കാറില്ല. എന്താണെന്നറിയില്ല. ഞാൻ സോനേൻ്റെ കൂടെ ഇവിടെ സോനേൻ്റെ റൂമിലാണ് കിടക്കണത്. സോന നല്ല ഉറക്കമാണ്. ഞാൻ പുറത്തോട്ട് വന്നു കേട്ടോ. ഇപ്പോൾ നല്ല മഴയാണല്ലോ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ വരുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് വെയിൽ വന്നിരുന്നെങ്കിൽ, വെയിൽ വരുമ്പോൾ വിചാരിക്കും മഴ പെയ്തിരുന്നെങ്കിൽ എന്ന്. മഴ പെയ്യുമ്പോഴുള്ള പ്രധാന ബുദ്ധിമുട്ട് ഈ തുണി ഉണങ്ങി കിട്ടാന്നുള്ളതാണ്. തുണി ഉണങ്ങാനായിട്ട് നല്ല പാടാണ്. ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ് നിൽക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു വർക്ക് എനിക്ക് ചെയ്യാനുണ്ട്, അത് പെട്ടെന്ന് കഴിയും. അത് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ട് അലക്കിയിട്ട് പോയി കുളിച്ചാലോ എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിച്ച് പിന്നെ ബാക്കി വർക്കും കൂടിയും ചെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയമാവും. നിങ്ങൾ അവിടെ ഇവിടെ തുണികളൊക്കെ കാണും കേട്ടോ, ഒന്നും തോന്നരുത്. എനിക്ക് അതൊക്കെ മാറ്റി. എൻ്റെ കാലിലെന്തോ ഒട്ടിപ്പിടിച്ചു. എൻ്റെ കാൽ എൻ്റെ കാലിൽ ചുയിങ്ക ഒട്ടിപ്പിടിച്ചു ഗൈസ്. എൻ്റെ പൊന്നെ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ കാലിൽ ചുയിങ്ക ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ബബ്ലിക്കം ബാഗ്. ഞാൻ അതെടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടേക്കണായിരിക്കും എല്ലാവരും. കാരണം വെയിൽ കാണുമ്പോഴാണല്ലോ വിരിച്ചിടാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്കതൊക്കെ ഒന്ന് മാറ്റി ബ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, റെഡി ആയിട്ട് മോളിവുഡ് ടൈംസ് കാണാൻ പോവാം. 3:45 ഷോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങേണ്ടി വരും. ഇപ്പം 12 മണിയായി. 1, 2, 3 നമ്മളുടെ കയ്യിൽ ആകെ 3 മണിക്കൂറുള്ളൂ. ഈ 3 മണിക്കൂർ കൊണ്ട് 5 പേർക്ക് അലക്കുക, കുളിക്കുക, ഫുഡ് കഴിക്കുക, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എനിക്കറിയില്ല ചെയ്ത് തീരുമെന്ന്. മിക്കവാറും എന്തെങ്കിലും ഇതിൽ പെൻഡിങ് ആവും. സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അലക്കിയിട്ട് വരാം. ഒരു വർക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അലക്കാം. എന്തൊക്കെയാ പറയുന്നത്?
ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് ഇങ്ങനെ കൊളമായിട്ടല്ല കേട്ടോ ഞാൻ എപ്പോഴും ഇടുന്നത്. ആക്ച്വലി എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ട്രിപ്പ് പോണേക്ക് മുമ്പ് എനിക്ക് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ എന്തെങ്കിലും ഇടണമല്ലോ എന്ന് വെച്ചിട്ട് കച്ചറ പിച്ചറായിട്ടൊക്കെ എടുത്തെടുത്ത് ഇപ്പോൾ ദേ ഇതിങ്ങനെയാണ് കിടക്കുന്നത്. ഇതൊന്ന് നമുക്ക് റെഡി ആക്കണം. അതിന് മുന്നേ നമുക്ക് അലക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് എനിക്ക് അലക്കാനുള്ളത്. കുറച്ചേ ഉള്ളൂ, ഞാൻ എല്ലാ അപ്പം അലക്കുന്നുണ്ട്, കുറച്ചേ നമുക്ക് അലക്കാനുള്ളൂ. കുറച്ചലക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടുമായിരുന്നു, കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മല പോലെ ഒരു ദിവസമായിട്ട് ഞാൻ അലക്കി അലക്കി മടുത്തു. അതേ പിന്നെ ഞാൻ കുറച്ച് ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അലക്കാറുണ്ട്. ഗൈസ്, ഇത് ഗേൾസ് ഹോസ്റ്റലാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നാം ഇവിടേക്ക് ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടൂടെ എന്ന്. ഏകദേശം താഴത്തും മുകളിലായിട്ട് ഒരു 25-26 പേരൊക്കെ ഉണ്ടാവും. താഴത്തെ നിലയിൽ എന്തായാലും ഒരു 11 പേരുണ്ട്. ഞാൻ താഴത്തെ നിലയിലാണ്. സോ നമ്മൾ ഒറ്റയ്ക്കൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ. സോ ഞാൻ ഒന്ന് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്തിനാണ് ഇത്രയും യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോൺ സേഫായിട്ട് വെക്കാം. എൻ്റെ ട്രൈപോഡ് പോയേക്കണ കാരണം എനിക്ക് ഈ ഫോൺ വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ ജനലിൽ കൂടി ഫോൺ അകത്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. സേഫ് ആയിരിക്കും. അപ്പോൾ അപ്പം ഞാൻ അലക്കിയിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫോൺ വെക്കാം. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആക്ച്വലി ഞാൻ രാത്രി ഇടുന്നത് തന്നെയാണ് രാവിലെ ഇടുക. കാരണം രാത്രി ഞാൻ കിടക്കുന്ന സമയത്താണ് മാറുന്നത്. പിന്നെയും എനിക്ക് പുതിയത് ഇടാനായിട്ടൊന്നും വയ്യ, അത് അലക്കണ്ടേ. സോ അത് കഴിക്കുന്നുണ്ടാവില്ലേ. അപ്പം ഞാൻ ഇതാണ് ഇടുന്നത്. അത് സംഭവം കാണിച്ചിട്ടെ ഞങ്ങൾ മിനിറ്റ്. ഇങ്ങനത്തേക്ക് എടുക്കുമ്പോൾ ലൈറ്റ് പോകണുണ്ടല്ലേ. ഞാൻ എൻ്റെ സ്ഥലം ക്ലീൻ ചെയ്തു കണ്ടോ. ഞാൻ ക്ലീൻ ചെയ്തു. ഇവിടെയാണ് നമ്മൾക്ക് ഇത്രയും സ്ഥലമേ ഉള്ളൂ ഒരാൾക്ക്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം തയ്ക്കണം. ഈ ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇവിടെയാണ് ഞാൻ എൻ്റെ നല്ല ഡ്രസ്സൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ. പിന്നെ മുകളിലും ഉണ്ട് കുറച്ച് സ്കിൻ കെയർ. അതൊക്കെ മോൾ അലമ്പായി കിടക്കുന്നുണ്ടോ. മുകളിൽ കുറച്ച് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബാഗിൽ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുന്നോ വ്ളോഗിൽ? ഓക്കെ, അവൾക്ക് താല്പര്യമില്ല. സോ നമുക്കിനി ഞാൻ കുറേ പറയുന്നുണ്ട്. കാരണം എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഒന്നും. കുറേ നാളെത്തി വ്ളോഗ് എടുക്കുന്നുണ്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പം നമുക്ക് ദൈവത്തെ ഫുഡ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഉച്ചക്കാലത്ത്. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യണം കുറച്ച്. വർക്ക് ചെയ്തിട്ട് നമുക്ക് റെഡിയായി മൂവിക്ക് പോവാം. 2:45 ഇറങ്ങാനാണ് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. ഇതാണ് കേട്ടോ ഫുഡ്. മുരിങ്ങക്കായ അല്ലല്ലോ, അവിയലാണോ? ഇത് അവിയലല്ലേ? അവിയലാണെന്ന് തോന്നുന്നു. കൂടുതലും മുരിങ്ങക്കായാണ്. പിന്നെ ചെമ്മീൻ റോസ്റ്റ്, രസമാണെന്ന് തോന്നുന്നത്. ഇത് രസം. ഇതാണ് നമ്മളുടെ ഉച്ചക്കലത്തെ ഫുഡ്. ലഞ്ച് ഇതാണ് ലഞ്ച്. സോന എനിക്ക് ചക്കവറുത്തൊക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഴിച്ച് പതിയെ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് സമയം നോക്കിയപ്പോൾ 2:45 ഇറങ്ങണം എന്നാണ് എന്നോട് അജു പറഞ്ഞത്. ഞാനും അജുവും കൂടിയാണ് സിനിമക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ബാക്കി ആരും ഇവിടെ ഇല്ല. സോ നമുക്ക് പെട്ടെന്ന് സിനിമക്ക് പോയിട്ട് വരാം. പക്ഷെ ഞാൻ റെഡി ആയിട്ടില്ല, അതാണ്. ചക്കവറുത്ത നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി എൻ്റെ മനസ്സിൽ വേറൊരു ഡ്രസ്സായിരുന്നു ഞാൻ ഇടാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഇത്തിരി പണിയാണ്. ഒന്നാമത് മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര പണിയാവും. അതുകൊണ്ട് ഞാൻ കംഫർട്ടായിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ കുഴപ്പമില്ല, മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മറ്റേ ഡ്രസ്സ് മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിച്ചൊക്കെ നടക്കേണ്ടി വരും. ഒന്നാമത് ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ്. ഈ കലൂര്, അതായത് കൊച്ചിയിൽ ജസ്റ്റ് ഒന്ന് മഴ പെയ്താൽ തന്നെ ഇങ്ങനെ വെള്ളം വരാണ്. എന്താ ചെയ്യുക? ഇപ്പം മഴ തുടങ്ങിയിട്ടില്ലല്ലോ. കുറച്ചും കൂടി ഈ മഴ മുറുകി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പം റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ റോഡ് മുങ്ങും. ഈ വെയിൽ വരുമ്പോൾ നമുക്കൊന്ന് മഴ വന്നാൽ മതി എന്നായിരിക്കും, മഴ വരുമ്പോൾ വെയിൽ വന്നാൽ മതി എന്നായിരിക്കും. ആ ഒരു അവസ്ഥയാണ്. ഞാൻ ഇടുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ പറയണോ? സമയം പോകും. ഈ ഒരു ടോണർ ആണ് ഞാൻ ഇടുന്നത്. ഫസ്റ്റ് ഈ ഒരു ടോണർ, പിന്നെ മോയ്സ്ചറൈസർ, കുറച്ച് സൺസ്ക്രീൻ, പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കൺസീലർ ഇടും, ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കും, ലിപ് ബാം ഇടും, ലിപ്സ്റ്റിക് ഇടും. കണ്ണെഴുതാനായിട്ട് ചാൻസ് ഇല്ല, സമയമില്ല. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ പെർഫ്യൂം അടിക്കും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്തിട്ട് വരാട്ടോ ഗൈസ്. നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഞാൻ കമ്മലിടുന്നില്ല, കാരണം എനിക്കിതിനൊപ്പം
സ്യൂട്ട് ആവുന്ന കമ്മൽ കിട്ടുന്നില്ല. ഈ ജീൻസ് ഞാൻ മാറട്ടെ, കാരണം ഈ ജീൻസ് ചെറുതായിട്ടൊരു നനവുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര കംഫർട്ടാണ് ഇടാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇടാന്ന് വെച്ചു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഇറിറ്റേഷൻ. മഴയൊക്കെ ആയതുകൊണ്ടേ ജീൻസ് ഒന്നും ഉണങ്ങുന്നില്ല. ചെറുതായിട്ട് ഈ അരയുടെ ഭാഗത്ത് ഒരു നനവേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ എടുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജീൻസ് മാറിയിട്ട് വേറെ ജീൻസ് ഇടാം. ഞാൻ ഈ ഒരു ജീൻസ് ഇടാൻ പോവാണ്. ജീൻസും ടോപ്പും ഇടുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് വേറൊന്നിലുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാൻ പറ്റുന്നൊരു സംഭവമുണ്ടോ ജീൻസും ടോപ്പും. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ ക്രോപ്പ് ടോപ്പും ജീൻസുമാണ്. അതിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ക്രോപ്പ് ടോപ്പ് കേട്ടോ. പക്ഷേ ഈ അടുത്ത് ഞാൻ കുർത്തി ഇട്ടു. കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട് സെറ്റ് പോലത്തെ കുർത്തി സെറ്റ്. എൻ്റെ പൊന്നെ, അത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോഡി ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം പറ്റുന്നൊരു ഡ്രസ്സാണ് ഇങ്ങനത്തെ ലൂസ് ക്രോപ്പ് ടോപ്പും ജീൻസും പിന്നെ കുർത്തി. പക്ഷെ കുർത്തിയുടെ സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീൻസ് നമ്മൾ വെറുതെ ലിപ്സ്റ്റിക്ക് പിടിച്ചിട്ട് നമ്മളൊന്ന് മുടി ഇങ്ങനെ ഇരിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷെ കുർത്തിക്ക് നമ്മൾ കമ്മലൊക്കെ ഇടണം. എൻ്റെ ഒരു ഇതിന് കമ്മലൊക്കെ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. നമുക്ക് എവിടെ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ഇടാം. ആക്ച്വലി എനിക്ക് 2 വാച്ച് ഉണ്ട്. ഈ ഒരു വാച്ചുണ്ട്, ഈ ഒരു വാച്ചുണ്ട്. അപ്പോൾ ഇതിലേത് വാച്ച് നമുക്ക് ഇടണം? എപ്പോഴും ഞാനിപ്പോൾ ഇതാണ് ഇടാറുള്ളത്, അതുകൊണ്ട് ഇതിടാം. 2:45 ഇപ്പം തന്നെ അവൻ വിളി തുടങ്ങിയിട്ടുണ്ടാവും. ഇതെന്തത്? ഓക്കെ, അജു വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നാട്ടിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് പോയി കാണുന്നത്. അപ്പം നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. അതായത് നല്ല വെയിലെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും. ഇനി ഞാൻ പോണ സമയത്ത് മഴ പെയ്താൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ബ്ലഷ് ഇട്ട് കുറച്ച് കൂടിപ്പോയി തോന്നണം. ആക്ച്വലി ഞാനിന്ന് ബ്ലോഗ് എടുക്കണ്ടെന്ന് ഞാൻ ഓനോട് പറയുമ്പോൾ ഓൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോട്ടോ, അവന് ഇട്ടു. അവൻ ഈ ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ഭയങ്കര മടിയാണ്. ക്യാമറ ഷൈ ആണ് ആള്. ഹേയ് പോ വാ, ഇന്ന് വ്ളോഗുണ്ട്. എന്താണ് വ്ളോഗുണ്ട്? വ്ളോഗല്ലേ? തുടങ്ങി. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ബ്ലോഗ് എടുക്കണെന്ന് പറയുമ്പോ ഒന്ന് ഇട്ടും നിങ്ങളെ നോക്കിക്കോന്ന് പറഞ്ഞിട്ടാ വന്നത്. ഇതെന്താണ്? നമ്മള് ബസ് കയറാൻ പോവാണ്ട് ഗൈസ്. ഓ ചെവിടെ കടിക്കണ. ഞാൻ ഇവനധികം ബ്ലോഗിൽ കാണിക്കണില്ല, കാരണം ഇവന് പേടിയാണ്. ബ്ലോഗൊക്കെ എടുക്കുമ്പോ ഇവൻ ചീത്താവോന്ന്. ചീത്ത പേര് കേൾക്കുമെന്ന് നിനക്ക്? എനിക്കറിയില്ല അവനെ. നീ MG റോഡുള്ള പത്മ തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ സിനിമ കാണാനായിട്ട് പോകുന്നത്. ഞാൻ ഇവനധികം വ്ലോഗിൽ കാണിക്കാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം ഇവൻ തൽപരകക്ഷിയല്ല. വീഡിയോസിലൊക്കെ ഒന്ന് വരാനായിട്ട് ഇവനൊരു മൂഡ് ഉണ്ടാകുമ്പോൾ വരും. പക്ഷെ ആ മൂഡ് എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പബ്ലിക് അക്കൗണ്ടൊന്നുമല്ല ഓൻ്റെ ഒരു പ്രൈവറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ വ്ലോഗൊക്കെ എടുത്ത് നടക്കണ ഒരു ആളാണ്. അതുകൊണ്ട് എൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ പേഴ്സണലി അവന് അങ്ങനെ വീഡിയോസിലൊന്നും വരാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പരമാവധി കാണിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ കാണിച്ചു പോകാറുമുണ്ട്. അപ്പം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ ബാഗിൽ കുട മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഇത്രയും വലിയ ബാഗ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാണ്. അപ്പം ഞാൻ അവന് ബാഗ് പിടിക്കാൻ കൊടുത്തു. അപ്പോൾ അവൻ പിടിച്ച വിധമാണ് നിങ്ങളീ കാണുന്നത്. ആക്ച്വലി എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും കൂടി മിസ്സിങ് ആണ് ഇതിൽ. ഇക്കു ആൻഡ് ജോസ്. ഇക്കുവിൻ്റെ വീട് പാലക്കാടാണ്. ഇക്കു ഇന്ന് വരുന്നുണ്ട്. നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ. സോ കല്യാണം കൂടാനായിട്ട് അവൻ വരുന്നുണ്ട്.
അപ്പം നാളെ നമുക്ക് വേറൊരു വ്ളോഗും കൂടി എടുക്കണം. അതെപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിനോട് ചോദിക്കരുത്, എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ പരസ്പര വിരുദ്ധമായതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് കേട്ടോ. നമ്മളിപ്പോ MG റോഡ് എത്തിട്ടോ ഗൈസ്. MG റോഡല്ലേ നമ്മൾ ഇറങ്ങിയേക്കണേ. പത്മ എന്ന് പറഞ്ഞ സ്റ്റോപ്പൊക്കെ ഉണ്ട്. നമ്മള് പത്മ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. MG റോഡ് ഇറങ്ങിയിട്ടുണ്ട്. MG റോഡ് ഇറങ്ങി ഞാൻ പറയാം, ഞാൻ MG റോഡിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ പത്മ തിയേറ്ററിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 20-25 മിനിറ്റ് നേരത്തെയാണ് വന്നേക്കണത്. അല്ലെങ്കിൽ വൈകിയാണ് വരാറ്. ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. സോ ആക്ച്വലി ഭയങ്കര തിരക്കാണ് റോട്ടില്. എനിക്ക് ഇടക്കിടക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് വീഡിയോ. സോ ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഞാൻ തിയേറ്ററിൽ ചെന്ന് ഞാൻ തിയേറ്ററിൽ ചെന്നിട്ട് ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം. സിനിമ കാണിക്കൂല, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലാരും ഇങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ അല്ലേ? കല്യാണം സ്മൈൽ. മൂവി ഒരു ഓളത്തിലങ്ങ് വന്നതായിരുന്നു കേട്ടോ. ഒന്ന് ത്രില്ലായി വന്നതായിരുന്നു. അപ്പോഴേക്കും എന്തോ ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ട് സൗണ്ടിന് എന്തോ പ്രശ്നം പറ്റി. എന്നിട്ട് തിയേറ്റർ മൊത്തം ബഹളമായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ആ മൂവിയിലുള്ള സൗണ്ടാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ ഉണ്ടായത്. പക്ഷെ അത് ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ അവർ റെഡിയാക്കി പിന്നെയും ഷോ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഇൻ്റർവെല് വരെ മൂവി അടിപൊളി കിടിലം. ഇൻ്റർവെല് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും ഈ വ്ളോഗിൻ്റെ അവസാനം പറയുമല്ലോ. മൂവിനെ കുറിച്ച് പറ. നല്ല മൂവി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ പടത്തിനെ പറയാൻ പറ്റുള്ളൂ. ആ പടമേ അങ്ങനെയാണ് പോണത്. നല്ല രസമുള്ള പടം, വിഷയപടം. നമുക്ക് എന്തോ ഒരു പ്രത്യേക പടം. എന്താ എല്ലാം അത് ഭയങ്കര രസം. എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രത്യേക കോൺസെപ്റ്റ് അല്ലേ, ഒരു പ്രത്യേക കോൺസെപ്റ്റ്. നല്ല പടം. അതുപോലത്തെ മുകുന്ദനുണ്ണിനെ പോലെ തന്നെ നറേഷനൊക്കെ തന്നെയാണ് ഇതിലും അല്ലേ? ഒരാളുടെ ആ ഒരു നറേഷൻ അതൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല രസമുള്ള പടം. അതെ, അത് തന്നെയാ പറയണേ. നല്ല രസമുള്ള ഒരു പടം. എല്ലാരും പോയി കാണും. അപ്പം നമ്മുടെ ഫ്രണ്ട് ഇക്കുവിൻ്റെ ശരിക്കുമുള്ള പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാരോൺ എന്നാണ്. ഞങ്ങൾ വിളിക്കുന്നത് ഇക്കു എന്നാണ് കേട്ടോ. അവൻ പാലക്കാട് നിന്ന് എറണാകുളത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു കല്യാണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നെന്തായാലും അവനെ കാണാൻ പറ്റില്ല, കാരണം സമയം ഭയങ്കരമായിട്ട് ലേറ്റായി. അപ്പം നാളെ നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരെയും മീറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളിതേ മെട്രോ കയറി ഞങ്ങളുടെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹോസ്റ്റലിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഭയങ്കര മഴയൊന്നുമില്ല, മഴ ചാറുന്നുണ്ടായിരുന്നു പുറത്ത്. എത്രയും പെട്ടെന്നൊന്ന് റൂം എത്തിയാൽ മതി. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ റൂമിലെത്തി. ജനൽ കുറ്റിയെടുത്തേ, ഭയങ്കര കൊതുക് വരും അല്ലെങ്കിൽ രാത്രി. നമ്മൾ അങ്ങനെ റൂമിലെത്തി കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ റൂം എത്തി. പടം ഭയങ്കര അടിപൊളി പടം. നേരത്തെ റോട്ടിൽ വെച്ചിട്ടാണല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. നല്ല പടം. മുകുന്ദനുണ്ണി അസോസിയേറ്റോ അങ്ങനെ എന്തോ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിന് ഡയറക്ടർ തന്നെയാണല്ലോ ഇതും ചെയ്തിരിക്കണേ. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കണക്ഷൻസ് ഫീൽ ചെയ്യും. കാരണം ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. മൈൻഡ് വോയിസ് ആണ്. പിന്നെ നല്ല പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ചിരിക്കാനുണ്ട്, കുറേ ചിന്തിക്കാനുണ്ട്. നല്ലൊരു പടം. ഇക്കടല ആർക്കും വേണ്ട, സോ ഞാൻ തന്നെ കഴിക്കും. ഒന്നുകൂടി ഹായ് പറയും. ഹായ്. ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ മറ്റൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.